ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവപ്രശ്നം മറിയാക്കി എന്ന സംശയം. 2018 ജൂൺ 15 നടന്ന ദേവപ്രശ്നത്തിന്റെ ചാർട്ട് പകർപ്പ് മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചു. ശ്രീകോവിൽ വാതിലിലും കട്ടിളയിലും വൈകല്യമുണ്ട് എന്നാണ് അഷ്ടമംഗല ദേവപ്രശ്ന വിധിയിൽ പറയുന്നത്. ഇതിന് പിന്നാലെ 2019 വാതിലും കട്ടിളയും മാറ്റുന്നതിന്റെ മറവിൽ സ്വർണ്ണക്കൊള്ള നടക്കുകയും ചെയ്തു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, 2014 ദേവപ്രശ്നത്തിലെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ്. ഈ ക്ഷേത്രവുമായി അതിന്റെ ഭാരവാഹികളടക്കം വലിയ തോതിൽ പ്രശ്നങ്ങളിലേക്ക് പോകും, മാനഹാനി, ജയിൽവാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. 2018 നടന്ന ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടതാണോ? പല വിധത്തിൽ സംശയങ്ങൾ ഉണ്ടാകാമല്ലോ വിശ്വാസികളെ സംബന്ധിച്ച്. എന്താണ് തെളിഞ്ഞു വരുന്നത്? ദിവിഷ്, ശബരിമല സന്നിധാനത്ത് 2018 ജൂൺ 15 ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട ഒരു ദേവപ്രശ്നം നടന്നത്. 9 ദേവജ്ഞന്മാരാണ് ഈ ദേവപ്രശ്നത്തിൽ പങ്കെടുത്തത്. ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാണ് ഈ ദേവപ്രശ്നത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നത്. ദേവഹിതത്തിനായി ശബരിമല സന്നിധാനം, മാളികപ്പുറം, 18-ാം പടി, പൊന്നമ്പലമേട് വരെ, പമ്പ ഗണപതി കോവിൽ വരെ ഈ ദേവപ്രശ്നത്തിൽ ദേവഹിതത്തിനായി ഉന്നയിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദേവപ്രശ്നം വായിക്കുമ്പോൾ വലിയ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. കാരണം എന്തൊക്കെയാണോ 2018 ശേഷം 2019 മുതൽ 2025 വരെ സംഭവിച്ചത്, അതിനെല്ലാം അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു ദേവഹിതമടങ്ങുന്ന ദേവപ്രശ്ന ചാർത്താണ് അന്ന് നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ ഈ ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളെ മറയാക്കിക്കൊണ്ട് അവിടെ സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്യപ്പെട്ടു. അതല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവരുടെ ഇംഗിതമനുസരിച്ചൊരു ദേവഹിത ചാർട്ട് രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ രണ്ട് രീതിയിൽ സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ദേവപ്രശ്ന ചാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതെല്ലാം SITയുടെ അന്വേഷണ പരിധിയിലും ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം 2019 ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം ആരംഭിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ തങ്കവാതിലും പൊതിഞ്ഞ കട്ടിളയും ഊരി മാറ്റിക്കൊണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഈ ദേവപ്രശ്ന ചാർട്ടിലുണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതിൽ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ പാതകത്തിന് വൈകല്യമുണ്ട്, പരിഹരിക്കണം. വാതിലിനും കട്ടിളയ്ക്കും ഗൗരവമായി വൈകല്യങ്ങളുണ്ട്, ശാസ്ത്രീയമായി ഇവയെല്ലാം പരിഹരിക്കണം. 18-ാം പടിക്ക് വൈകല്യമുണ്ട്, പരിഹരിക്കപ്പെടേണ്ടതാണ്. ശ്രീകോവിലിലും മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിലും ഇതേ വൈകല്യമുള്ളതായി കാണുന്നു, ഇതും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഈ ചാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണിത്. അങ്ങനെ വരുമ്പോൾ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിലും വാതിലിലും വൈകല്യമുണ്ടെന്ന് ആ ദേവപ്രശ്നത്തിൽ കണ്ടു. ആ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിജയ് മല്യ തങ്കം പൊതിഞ്ഞ വാതിലും കട്ടളയും മാറ്റാനും പുതിയവ ഘടിപ്പിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നുവെന്നും അതിന്റെ പിന്നിൽ വലിയ സംഘം പ്രവർത്തിച്ചുവെന്നും ആ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിൽ 98 എന്തൊക്കെയാണോ തങ്കം പൊതിഞ്ഞത് അതെല്ലാം എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു നീക്കം നടന്നുവെന്നുമാണ് പിന്നീടുള്ള അന്വേഷണത്തിലെല്ലാം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം ആരംഭിക്കുന്നത് ഈ വാതിലും കട്ടളപ്പാളയും എടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിനനുകൂലമാകുന്ന ഒരു ദേവപ്രശ്നമാണ്. ഒന്നുകിൽ ഈ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരക്രിയ ആരംഭിക്കാൻ തീരുമാനിച്ചു, അതിനെ ഒരു കൊള്ളയാക്കി മാറ്റി. അതല്ലെങ്കിൽ ഒരു കൊള്ളയ്ക്ക് ആസൂത്രണം നടത്തുന്നതിന് വേണ്ടി. അനന്തൻ, അതിൽ ആ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ദേവപ്രശ്നത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ വിധിക്കുന്നു, അതിനെ മറയാക്കി ഒരു തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ തട്ടിപ്പിന് വേണ്ടി ദേവപ്രശ്നം തന്നെ രൂപപ്പെട്ടോ എന്ന ഒരു ചോദ്യം വരുമ്പോൾ അത് പിന്നെ എന്താണ് വിശ്വസിക്കുക? ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ദേവപ്രശ്നം അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആണ്, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അത് വിശ്വാസികൾ ആ നിലയ്ക്ക് വളരെ പരിഭാവനതയോടുകൂടി ആദരവോടുകൂടി കാണുകയും ചെയ്യുന്നതാണ്. അതിനെപ്പോലും ചോദ്യചിഹ്നത്തിലാക്കുക അല്ലെങ്കിൽ സംശയത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏത് നിലയ്ക്കാണ് ശബരിമല ഭക്തർ ഉൾക്കൊള്ളുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് എന്താ അങ്ങനെ കരുതാൻ മാത്രമുള്ള തെളിവുകൾ SITയിലേക്കും വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അനുബന്ധമായ കാര്യങ്ങളെല്ലാം SIT അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. ആ അന്വേഷണ വിധേയമാക്കിയ അതിൻ്റെ ഭാഗമായി തന്നെയാണ് 2018 ദേവപ്രശ്ന ചാർട്ടും പരിശോധിക്കപ്പെടുന്നത്. അതിനകത്ത് കൃത്യമായി ഈ വാതിലും കട്ടളപ്പാളിയും നമുക്കറിയാം, ഇത് എന്തുകൊണ്ടാണ് 98 തങ്കം പൊതിഞ്ഞിരുന്ന ആ വാതിലും ആ കട്ടളപ്പാളിയും ഒക്കെ മാറ്റി സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് അവിടെ പ്രവേശിക്കാനും പുതിയ വാതിൽ
നിർമ്മിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഒരുങ്ങിയത്. അതിന് നമുക്ക് കൃത്യമായൊരു ഉത്തരം ഇതുവരെയും ദേവസ്വം ബോർഡിൽ നിന്നോ ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്നോ തന്ത്രിയിൽ നിന്നോ കിട്ടിയിട്ടില്ല. എലി കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ വാതിൽ മാറ്റാനും കട്ടളപ്പാളി മാറ്റാനും ഒക്കെയുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് നമുക്കിതുവരെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനു മുമ്പ് 2018 ഒരു ചാർത്ത് ഒരു ദേവപ്രശ്നം നടന്നിരുന്നു എന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ ദേവപ്രശ്ന ചാർത്തിൽ കൃത്യമായി അവിടെ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആ ചാർത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവപ്രശ്നം സംശയാസ്പദമാകുന്നത്. ഈ ദേവപ്രശ്നത്തിൻ്റെ ചാർത്തിനെ മറയാക്കിയാണ് സ്വർണ്ണക്കൊള്ള, അതല്ലെങ്കിൽ അതിനൊപ്പം അതിനനുസരിച്ച് ദേവപ്രശ്നം നടത്തിയോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയവിധേയമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മൊഴികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ദിവിഷ. അതുമായി ഈ ദേവപ്രശ്നത്തെ ഇത് മാത്രമല്ല, ഈ ശ്രീകോവിലിൻ്റെയും കട്ടളപ്പാളിയുടെയും മാത്രമല്ല പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു അടുത്ത ഇതിലേക്ക് പോകാൻ തോന്നുന്നു. യോഗദണ്ഡും രുദ്രാക്ഷവുമായി ബന്ധപ്പെട്ട് അത് നമുക്കറിയാം. യോഗദണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പന്റെ ഏറ്റവും ഭക്തരെ സംബന്ധിച്ച് ദൈവതുല്യം തന്നെ കരുതുന്നതാണ്. അതിലും രുദ്രാക്ഷത്തിലും അടക്കം വൈകല്യമുണ്ട്. അതിൽ സ്വർണം കെട്ടിയത് അതിൻ്റെ ഈ ഒരു കണ്ടെത്തലിൻ്റെ പിന്നാലെയാണോ എന്ന സംശയങ്ങൾ വരുമ്പോൾ അനന്ത ഇത് എന്താണ് വിശ്വസിക്കുക? ശബരിമലയെ അടിമുടി ഈ കള്ളന്മാർ സ്വന്തമാക്കിയെന്നാണോ? തീർച്ചയായിട്ടും ആ ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കട്ടളപ്പാളിയുടെയും നമുക്കറിയാം, കട്ടളപ്പാളിയും ഈ സ്വർണ്ണവാതിലും അതിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നത് പരിഹരിക്കപ്പെടണമെന്ന് പറയുന്നു. അത് 2018 ജൂൺ 15 ആ ചാർത്ത്. 2019 മാർച്ചിൽ തന്നെ വാതിൽ കൊണ്ടുപോയി. 2019 ജൂണിൽ കട്ടളപ്പാളിയും കൊണ്ടുപോയി. അതിനൊപ്പം തന്നെ നമുക്കറിയാം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന സമയത്താണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടാണ് മറ്റു ചില വിവരങ്ങൾ കൂടി, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി വന്നത്. അയ്യപ്പസ്വാമിയുടെ യോഗദണ്ഡും രുദ്രാക്ഷവും നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു സംശയം ഉരുത്തിരിയുന്നത്. കാരണം അത് പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ കൊണ്ടുപോയി എന്നുള്ളൊരു വിവരവും അതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തു വന്നിരുന്നു. ആ രേഖ പ്രകാരം എ പത്മകുമാറിൻ്റെ മകനാണത് സ്പോൺസർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പുറത്തേക്ക് പോയ യോഗദണ്ഡും ഈ രുദ്രാക്ഷവും സ്വർണം കെട്ടിച്ച് തിരികെ എത്തിയെന്നായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അവകാശവാദം. ആ തിരികെ എത്തിയത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തിട്ടമില്ല. അങ്ങനെ വരുമ്പോൾ അതും ഈ 2018 ദേവപ്രശ്ന ചാർത്തിൽ പറയുന്നുണ്ട്. അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ യോഗദണ്ഡിലും രുദ്രാക്ഷത്തിലും വൈകല്യമുണ്ട്, അതും യഥാവിധി പരിഹരിക്കണം എന്നീ ചാർത്തിൽ പറയുന്നു. അപ്പോൾ ആ ചാർത്തിലെ ആ പരാമർശം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും പിന്നീട് അത് മറയാക്കിക്കൊണ്ടാകും യോഗദണ്ഡും രുദ്രാക്ഷവും അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി സംശയ നിഴലിൽ നിർത്തുന്ന കാര്യമല്ലേ മറ്റൊന്ന്. ഈ അന്തരിച്ച തന്ത്രിയുടെ മകനെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നും ദേവപ്രശ്നത്തിൽ പറഞ്ഞു എന്നത്. അങ്ങനെയാണ് കണ്ഠര് മോഹനർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്ന് ഈ ദേവപ്രശ്നത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഓരോ വാർത്തയും കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം, ഈ കള്ളന്മാരുടെ ഒരു സംഘം മുഴുവൻ ചേർന്ന് ഈ ദേവപ്രശ്നം നടത്തിയവരെ മുഴുവൻ സ്വാധീനിച്ചോ? ഇതാരാണ് ഇപ്പോൾ 2014 ദേവപ്രശ്നത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഇത് 2017. ഈ 2018 ദേവപ്രശ്നം വയ്ക്കാനുണ്ടായ സാഹചര്യം കൂടി എന്തായിരുന്നു അനിത? തീർച്ചയായിട്ടും ദിവിഷ്, അത് തന്നെ ആ സാഹചര്യം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഈ അന്വേഷണ സംഘം അതൊക്കെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം തന്ത്രി കണ്ഠര് മഹേശ്വരരുടെ മകൻ കണ്ഠര് മോഹനരെ അവിടെ നിന്ന് എങ്ങനെയാണ് ഒഴിവാക്കിയതെന്നുള്ളത് നേരത്തെ ചില വിവാദങ്ങളിൽ പെടുകയും ചില കേസുകളിലൊക്കെ പെടുകയും അതുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾ നടത്തുമ്പോൾ ഗായത്രി മന്ത്രം പോലും ആ തന്ത്രി കണ്ഠര് മോഹനർക്ക് അറിയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ഹൈക്കോടതി എത്തുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം നമുക്കറിയാം. അങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. 2018 നടന്ന ദേവപ്രശ്നം നോക്കൂ. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: തന്ത്രി കണ്ഠര് മഹേശ്വരരുടെ ദേഹവിയോഗം മൂലം അഷ്ടമംഗല പ്രശ്നം മുടങ്ങുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മനസ്താപമുണ്ടെന്നും കാണുന്നു. അതിൻ്റെ കാരണം ചിന്തിച്ചതിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായ മകനെ ക്ഷേത്രത്തിൽ വരുന്നതിനുള്ള നിഷേധം മൂലമാണെന്നും കാണുന്നു. ആയതിനാൽ കണ്ഠര് മോഹനരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ദേവഹിതമാണെന്നും കാണുന്നു. അപ്പോൾ കണ്ഠര് മോഹനരെ ക്ഷേത്രത്തിലേക്ക് വീണ്ടും തന്ത്രിയായി കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഈ ദേവപ്രശ്നത്തിന് പിന്നിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ അവിടെ ഒരു അനധികൃതമായി അല്ലെങ്കിൽ ക്രമരഹിതമായി ചെയ്യേണ്ടത്, അതിനനുകൂലമാകുന്ന ഒരു ദേവപ്രശ്ന ചാർത്ത് ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം നമുക്ക് 2018 ഈ ദേവപ്രശ്ന ചാർത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോ ദേവപ്രശ്നം എന്ന് പറയുമ്പോൾ അടുത്ത് ദേവതയുടെ ഇംഗിതവും അല്ലെങ്കിൽ അനിഷ്ടവും ഇഷ്ടവും ഒക്കെയാണ് തിരിച്ചറിയുന്നത്. അതിൽ ഇതിന്റെ തന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളുടെ ഒരു ഇതെന്തായിരുന്നു, അവരുടെ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ നോക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്കറിയില്ല അതെങ്ങനെയാണ് ഈ കണ്ഠരെ തിരിച്ചവിടെ കൊണ്ടുവരാനുള്ള മോഹനരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വഴിയാക്കി മാറ്റിയതെന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
തീർച്ചയായിട്ടും അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടു പിന്നീട് കഴിഞ്ഞ വർഷം 2025 അയ്യപ്പ സംഗമം നടക്കുമ്പോൾ കണ്ഠരര് മോഹനരെ കൈപിടിച്ച് മുഖ്യമന്ത്രി അടക്കം ഇരിക്കുന്ന വേദിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയും നമ്മൾ അവിടെ കണ്ടതാണ്. ആ സമയത്ത് നമ്മൾ അതിശയത്തോടെ നോക്കിയതാണ് ഇതപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ്. PS പ്രശാന്ത്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് കണ്ഠരര് മോഹനരെ കൈപിടിച്ചു കൊണ്ടുവന്ന വേദിയിലെ പ്രധാനപ്പെട്ട വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്തത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനിയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ ദേവപ്രശ്നത്തിലുണ്ട് ദിവിഷ. അതിൽ 18ാം പടിക്ക് മുകളിലുള്ള ഈ പുതിയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ്. 18ാം പടിക്ക് മുകളിൽ നേരത്തെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിരുന്നു, റൂഫൊക്കെ വെച്ച്. അപ്പോൾ അന്ന് ദേവപ്രശ്നത്തിൽ കണ്ടത് 18ാം പടിക്ക് മുകളിൽ ഒരു കൺസ്ട്രക്ഷനും പാടില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതെടുത്ത് മാറ്റുകയും പിന്നീട് വീണ്ടും താൽക്കാലികമായ ചില കൺസ്ട്രക്ഷൻസ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം ഇതിലുള്ളത് 18ാം പടിക്ക് മുകളിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂരയും മറ്റ് അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശാനുസാരം മാറ്റങ്ങൾക്ക് വിധേയമാക്കുക. ശിലാവിശേഷത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുള്ള നിർമ്മാണം അതീവ ഗൗരവവും ദോഷവുമാണ്. ആയതിന് യഥാസ്ഥിതി പ്രായശ്ചിത്തം നടത്തുക എന്ന് പറയുമ്പോൾ 18ാം പടിക്ക് മുകളിൽ ഒരു കൺസ്ട്രക്ഷനും പാടില്ല എന്നല്ല ഈ ചാർത്ത് പറയുന്നത്. അവിടെയുള്ള അശാസ്ത്രീയമായ നിർമ്മാണത്തെ പരിഷ്കരിക്കുക, അതായത് ഈ വാസ്തു അനുസരിച്ച് മാറ്റണം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശാനുസരണം മാറ്റങ്ങൾക്ക് വിധേയമാക്കണം. അങ്ങനെ മാറ്റി. അതാണ് നമ്മളിപ്പോൾ 18ാം പടിക്ക് താഴെ കാണുന്ന ആ കല്ല് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന മുകളിൽ കേരളീയ വാസ്തു ശില്പ മാതൃകയിലുള്ള മേൽക്കൂരയൊക്കെയുള്ള പുതിയ കൺസ്ട്രക്ഷൻ. അത് പണിഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലാണ് ശബരിമല സന്നിധാനത്ത് 18ാം പടിക്ക് മുകളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ആ കൽമണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കൽമണ്ഡപത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റി ആ കൽമണ്ഡപം പണിയാനുള്ള നിർദ്ദേശം കൂടി ഈ ദേവപ്രശ്നത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മളെയൊക്കെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടി ഈ ചാർത്തിലുണ്ട്. അത് പ്രധാനമായും പൊന്നമ്പലമേടിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം പൊന്നമ്പലമേടിന്റെ പ്രാധാന്യം. അത് അവിടേക്ക് ആരും പോകാറില്ല. അവിടെ ഒരു മണ്ഡപമുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിനപ്പുറം മറ്റ് സ്ഥിരമായ പൂജകളോ ഒന്നുമില്ല. അവിടെ ആൾക്കാർ പോകുന്നത് കൃത്യമായി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഏരിയയാണ്, അവിടെ ആരും കയറാൻ പറ്റില്ല. അപ്പോൾ അവിടവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ ചാർത്തിൽ പറയുന്നു. അത് പൊന്നമ്പലമേട് പരമപവിത്രതയോടെ സംരക്ഷിച്ചു അതായത് കൃത്യമായി സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതിനൊപ്പം തന്നെ ഈ പൊന്നമ്പലമേടിൻ്റെ കാര്യത്തിൽ പറയുന്നത് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന കാര്യം ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ ദേവപ്രശ്നത്തിൽ പൊന്നമ്പലമേട്ടിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പണിയുന്നതിനെ കുറിച്ച് അന്നത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, പൊന്നമ്പലമേടിൽ ഒരു ക്ഷേത്രം കൂടി പണിഞ്ഞാൽ ശബരിമലയിൽ നടക്കുന്നതിന്റെ ഇരട്ടിക്കൊള്ള അവിടെയും കൂടെ കേന്ദ്രീകരിച്ച് നടത്താം എന്നുള്ളതായിരിക്കും. ഏതായാലും ദേവപ്രശ്നത്തിൽ ക്ഷേത്രം പണിയണോ വേണ്ടോ എന്നുള്ളൊരു പ്രശ്നം ഉന്നയിക്കുന്നത് എത്രത്തോളം ദുരുദ്ദേശപരമാണെന്ന് നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണത് മനസ്സിലാകുന്നത്. ഏതായാലും ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന്, ഈ ആരൂഢദേവന്റെ അഷ്ടബന്ധത്തിന് വൈകല്യമുണ്ട്. ഉപദേവാദികളുടെയും അഷ്ടബന്ധം പോയിട്ടുള്ളത് ശാസ്ത്രീയമായി. അപ്പോൾ പ്രധാനപ്പെട്ട അയ്യപ്പ വിഗ്രഹം, ആ വിഗ്രഹത്തിന്റെ അഷ്ടബന്ധത്തിനും പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്പോൾ അതിനുവേണ്ടി എന്ത് ക്രിയയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ആളുകൾ ഇതെല്ലാം ഈ വാർത്തകൾ കേൾക്കുമ്പോൾ അവിടെ അയ്യപ്പന്റെ ആ വിഗ്രഹം തന്നെ യഥാർത്ഥം ശരിക്കുള്ളതാണോ, അതും തട്ടിപ്പ് നടത്തിയോ എന്ന് ആളുകൾ സ്വാഭാവികമായിട്ടും സംശയിക്കും. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുക തൽക്കാലം ഇവിടുത്തെ ഒരു സാധാരണ വിശ്വാസിക്ക് നിർവാഹമുള്ളൂ. പക്ഷേ ഈ ദേവപ്രശ്നം തന്നെ ഇങ്ങനെ സംശയമില്ലായാൽ ഇത് എന്ത് ചെയ്യും? പിന്നെ എന്താണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചൊരു പരിഹാര മാർഗം എന്ന നിലയ്ക്ക് എന്ത് തീരുമാനമെടുക്കും? ആ തീരുമാനങ്ങൾ എടുക്കേണ്ടവരൊക്കെ ഇപ്പോൾ ജയിലിലും ഒക്കെ ആയിട്ട് കിടക്കുന്നു. തീർച്ചയായിട്ടും ശബരിമലയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഒരു സാധാരണ ഭക്തനുണ്ടാവല്ലോ. അതിനെ പരിഹരിക്കാൻ എന്താണ് ഇനി ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ സർക്കാരിനൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുക, അല്ലെങ്കിൽ ഈ വിശ്വാസപരമായി അതിന് നേതൃത്വം നൽകുന്നവർക്ക് ഇടപെടാൻ കഴിയുക? തീർച്ചയായും ദേവപ്രശ്നം എന്ന് പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആ ക്ഷേത്രത്തിന് അനുകൂലമായ രീതിയിൽ വരുന്നു എന്ന് വിശ്വാസികളെ കൂടി അറിയിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടി, അവരുടെ വിശ്വാസത്തിന് കൂടി പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ദേവപ്രശ്നങ്ങൾ നടത്തുന്നത്. ജ്യോതിഷ പണ്ഡിതന്മാരാണ് ദേവപ്രശ്നങ്ങൾ സാധാരണ നടത്താറുള്ളത്. അവരുടെ ആ ജ്യോതിഷപ്രകാരമുള്ള ചില ചിട്ടവട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിൽ അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് വിശ്വാസത്തിലും അധിഷ്ഠിതമാണ്. അപ്പോൾ ആ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണോ
2018 ജൂൺ 15 നടന്ന ദേവപ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന സംശയം. കാരണം 2019 മാർച്ച് മുതൽ ശബരിമല സന്നിധാനത്ത് അരങ്ങേറിയ മുഴുവൻ കൊള്ളകൾക്കും വഴിയൊരുക്കാൻ തക്ക ഒരു ദേവപ്രശ്ന ചാർത്താണ് ഇതെന്നാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ദേവപ്രശ്ന ചാർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കട്ടളപ്പാളിയിൽ പ്രശ്നമുണ്ട്, വാതിലിൽ പ്രശ്നമുണ്ട്. ഇതിലൊന്നും തീരുന്നില്ല. PS പ്രശാന്തിലേക്ക് കൂടി കുരുക്ക് വരികയാണ്. 2025 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിന് പിന്നിലും ദുരുദ്ദേശമുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ ഇനിയും അറസ്റ്റുകളേറെ നടക്കേണ്ടി വരും. സത്യം തെളിയാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ 2019 ഒക്കെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഏകദേശം ചിത്രം SITക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ നമുക്കറിയാം 2025 ഈ ദ്വാരപാലക പാളികളിലെ കവചങ്ങൾ ഇളക്കിയതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിലൂടെയാണ് ഈ വലിയ കൊള്ളയിലേക്ക് ഹൈക്കോടതി, ദേവസ്വം ബെഞ്ചും സ്പെഷ്യൽ കമ്മീഷണറും ഒക്കെ എത്തുന്നത്. അപ്പോൾ 2025 ചില നീക്കങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട SITക്ക് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് 2025 ദ്വാരപാലക പാളികളിലെ ശില്പങ്ങൾ ഇളക്കിയെടുത്തത് അവിടുത്തെ ദേവസ്വം മരാമത്തിനെ അറിയിച്ചില്ല എന്നുള്ളത് കൃത്യമായ മൊഴി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെ അറിയിക്കാതിരുന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയും ദുരുദ്ദേശവും ഉണ്ടെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം മരാമത്ത് വിഭാഗം എഞ്ചിനീയർമാരെ ഈ ദ്വാരപാലക പാളികൾ ഇളക്കുന്നത് അറിയിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും അത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക്, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യും. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സ്വാഭാവികമായും ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കും. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയും ഇക്കാര്യം അറിയാതിരിക്കാൻ അതീവ രഹസ്യമായി ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു മരാമത്ത് വകുപ്പിനെ ഇത് അറിയിക്കാതിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പാളികൾ ഇളക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഒബ്ജക്ഷൻ അവിടെ വന്നിരുന്നു. അത് തിരുവാഭരണം കമ്മീഷൻ അടക്കമുള്ളവരാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിലെ ഉന്നതൻ ഇടപെട്ടു എന്ന മൊഴിയും അന്വേഷണ സംഘത്തിനുണ്ട്. മാത്രമല്ല, ഈ 2025 പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണെന്നുള്ള വിവരങ്ങൾ SITക്കുണ്ട്.